ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 7.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 0, 0 and 36, 15. Can you find the distance between the town A and B discussed in section 7.2? അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കാണാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് 0, 0 ആൻഡ് 36, 15. നമ്മൾ 0, 0 എന്ന് പറയുന്ന ഒറിജിനിൽ നിന്നും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ സെപ്പറേറ്റ് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? x² + y². ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, തൊട്ട് മുമ്പത്തെ എക്സസൈസിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ യൂസ് ചെയ്താലും നമുക്കത് കാണാൻ പറ്റും. നമുക്ക് ആ ഇക്വേഷനിൽ ഇയാളൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് തന്നെയാണ് ഉത്തരവും വരിക. നോക്കിക്കോട്ടോ, ഇവിടെ 36ന്റെ സ്ക്വയർ + 15ന്റെ സ്ക്വയർ ആണ്. എന്താ? x1 - x2 36 - 0 36 അതിൻ്റെ സ്ക്വയർ. y1 - y2 15 - 0 15 അതിൻ്റെ സ്ക്വയർ. കണ്ടോ? ഓക്കെ, നമ്മളുടെ ഇക്വേഷൻ ഒന്ന് ഇതാക്കി നിർത്തി, ഇക്വേഷൻ അത് യൂസ് ചെയ്ത് നിർത്തി കുഴപ്പമൊന്നുമില്ല, നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഇത് നമ്മളുടെ പ്രോബ്ലം നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ടൈം കൺസ്യൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ടൈം സേവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ മറ്റ് ഇക്വേഷൻസ് ഒക്കെ. ഓക്കെ, രണ്ടിലും നമുക്ക് കൊടുക്കുക x1 - x2 the whole square + y1 - y2 the whole square കൊടുത്താലും സെയിം ആണ് വരിക. കാരണം 36 - 0 36 ആണ്, 15 - 0 15 ആണ് അതിൻ്റെ സ്ക്വയറുകൾ. അപ്പോൾ 0, 0യിൽ നിന്നും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? x² + y² ആണ്. അപ്പോൾ x 36 ആണ്, y 15 ആണ്. അഥവാ 36 × 36 36 × 36 ചെയ്യണം. ഓക്കെ, 36 × 36 ചെയ്യുമ്പോൾ 6 36 6 കിട്ടും, ശിഷ്ടം 3 കിട്ടും. 3 18 21, 18ക്ക് 3 കൂട്ടിയാൽ 21. ഇനി 3 കൊണ്ട് ഗുണിക്കണം. 3 18, ശിഷ്ടം 1, 3 9 1 10. ഇനി ഇത് ആഡ് ചെയ്താൽ മതി. 6 9 2 1 1296. പിന്നെ 15ന്റെ സ്ക്വയർ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. 5 അല്ലാത്ത സംഖ്യ 1 ആണ്. 5 അല്ലാത്ത സംഖ്യ ഏതാണ്? 1 ആണ്. 1 കഴിഞ്ഞാൽ 2, അത് രണ്ടും ഗുണിക്കുക. 1 × 2 2 കൂടെ ഒരു 25 ഇട്ട് കൊടുത്താൽ മതി. 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ അങ്ങനെ കാണാം. ഇനി അതിലോട്ട് 225 കൂട്ടുക. നോക്കിയാൽ പ്ലേസ് വാല്യൂ അനുസരിച്ച് കൂട്ടാം. നമുക്ക് 6ക്ക് ഞാൻ 5 കൂട്ടി, 6 5 11ക്ക് 1 ശിഷ്ടം 1 വരും. 9 1 10, 10 2 12 ശിഷ്ടം 1 വരും. 2 2 4, 4 3 5, പിന്നെ 1 1521 വരും. ഇനി ഈ 1521 അഥവാ 1521 റൂട്ട് കാണണം. നോക്കിയാൽ മക്കൾ, അതിൻ്റെ റൂട്ട് എത്ര വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നിലാണ് അവസാനിക്കുന്നത്. എത്രയിലാണ് അവസാനിക്കണേ? 1. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ ഏതിൻ്റെയൊക്കെ സ്ക്വയറുകളാണ് 1ൽ അവസാനിക്കുന്നത്? 1 1ന്റെ സ്ക്വയർ 1 × 1 1 ആണ്. പിന്നെ 9ന്റെ സ്ക്വയർ അഥവാ 9 × 9 81. ഓക്കെ, ഇനി ഇത് ടോട്ടൽ 1000 ആൻഡ് സംതിങ് ഉണ്ട്. 10ന്റെ സ്ക്വയർ എത്രയാ? 100 ആണ്. അപ്പോൾ ഇത് 10നേക്കാൾ കൂടുതലാണ്, 10ന്റെ മേലേക്ക് പോയിട്ടുണ്ട്. അടുത്തത് 20യുടെ സ്ക്വയർ എത്രയാണ്? 400 ആണ്, അതിൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ട്. 30യുടെ സ്ക്വയർ എത്രയാണ്? 900 ആണ്, അതിൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ട്. 40യുടെ സ്ക്വയർ എത്രയാണ്? 4 × 4 16 ആണ്, അഥവാ 1600 ആണ് കിട്ടുക. 1600ന്റെ മേലേക്ക് ഇത് പോയിക്കണോ? ഇല്ല. 1521 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1600ന്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ. അപ്പോൾ 30ന്റെ മേലേക്ക് പോയിക്കണ്, 40ന്റെ താഴെ. 30ന്റെയും 40ന്റെയും ഇടയിൽ 1ലും 9ലും അവസാനിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാ? 31 39. അതിൽ 31 വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം 30ൻ്റെത് 900 ആണ്. അപ്പോൾ 31ൻ്റെതും ഏകദേശം ആ റേഞ്ചിലേ വരുള്ളൂ. 39 × 39 ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. 39 × 39 ചെയ്യുമ്പോൾ 1500. 9 × 9 81, 1 കിട്ടും. ഓക്കെ, ശിഷ്ടം 8 ഉണ്ട്. 9 27 27 34 1 35 കിട്ടും. ഇനി 9 27 7 വരും, ശിഷ്ടം 2 വരും. 3 9 10 11. നോക്കിയാൽ 1 7 3 10 2 12ക്ക് 2 ശിഷ്ടം 1 3 1 4 1 5 1521 കണ്ടോ?
അപ്പൊ 1521 റൂട്ട് എത്രയാണ്? 39. അപ്പൊ ഇവിടുത്തെ 00 എന്ന് പറയുന്ന പോയിന്റും 36 ആൻഡ് 15 എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അകലം എത്രയാണ്? 39 ആണ്. ഓക്കെ, അപ്പോൾ 00യും 36ഉം 15ഉം തമ്മിലുള്ള അകലം കിട്ടിയ എത്രയാ? 39 ആണ്. ഇനി സെക്ഷൻ 7.2ലുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. A town B is located 36 km east and 15 km north of the town A. How do you find the distance from town A to B without actually measuring it? Let us see. This situation can be represented graphically in shown the figure 7.1. You may use the Pythagorean theorem to calculate the distance. Okay, ഞാൻ ഫിഗറിൽ ഓക്കെ, നമ്മളിവിടെ പൈതഗോറിയൻ തിയറം വെച്ചുകൊണ്ടൊക്കെയാണ് കണ്ടുപിടിച്ചിരുന്നത്. 36ന്റെ സ്ക്വയർ പ്ലസ് 15ന്റെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ചെയ്തത്. നമ്മളോട് ഇനി ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. മക്കളെ, അതിന് ഞാൻ എന്ത് ചെയ്യാന്നറിയോ? എ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്, അഥവാ 00. ഇനി ബിയുടെ കോർഡിനേറ്റ് കാണാൻ പോകണം കേട്ടോ. നോക്കിയാൽ ബിയുടെ എക്സ് ആക്സിസ് നേരെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കോർഡിനേറ്റ് മെഷർ ചെയ്യാന്നുള്ളത്. ബിന്റെ എക്സ് കോർഡിനേറ്റ് കാണാൻ ഇവിടുന്ന് നേരെ താഴത്തേക്ക് നോക്കുക. ഈ പോയിന്റ് അത് 0യിൽ നിന്ന് എത്ര മീറ്റർ അകലെയാണ്? 36. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 36 ആണ്. ഇനി വൈ കോർഡിനേറ്റ് കാണാൻ ഇതാ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് എടുക്കുക. ഇവിടെ വരുന്ന പോയിന്റ് അഥവാ ഈ താഴത്തുനിന്ന് എക്സ് ആക്സിസ് നിന്ന് ഈ പോയിന്റിലോട്ടുള്ള അകലം അത് ഇതാ എത്രയാണ്? 15 ഇവിടെ തന്നിട്ടുണ്ട്. 15. അപ്പൊ എക്സ് 36ഉം വൈ എത്രയാണ്? 15 ആണ്. നോക്കിയാ നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ ചോദ്യം കണ്ടോ. ഇവിടെ ഒറിജിനിൽ നിന്നാണ് പോകുന്നത്. എ എന്ന് പറയുന്നത് ഒറിജിൻ ആണ് 00, ബി എന്ന് പറയുന്നത് 36, 15 ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് തന്നെയല്ലേ വരിക. ഇക്വേഷൻ സെയിം ആയില്ലേ? മനസ്സിലായോ? നമ്മൾ പൈതഗോറസ് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ ഇനി ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. ഏത്? എക്സ് സ്ക്വയർ കോർഡിനേറ്റ് ഓഫ് ബി എന്താണ്? 36, 15. അതെങ്ങനെ കണ്ട ഞാൻ പറഞ്ഞു അല്ലേ? നേരെ എക്സ് ആക്സിസിലോട്ട് നോക്കുക, വൈ ആക്സിലോട്ട് നോക്കുക. എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് 36 ആണ്. വൈ ആക്സിൽ ഈ ഡിസ്റ്റൻസ് ആണ്, അത് ഇവിടെയും തന്നിട്ടുണ്ട് 15 ആണ്. അപ്പോൾ 36ന്റെ സ്ക്വയറും നമ്മൾ നേരത്തെ എടുത്ത ഇക്വേഷൻ തന്നെ. കാരണം എ എന്ന് പറയുന്ന ഒറിജിൻ ആണല്ലോ. അപ്പോൾ ഒറിജിനിൽ നിന്നുള്ള അകലം എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ 36ന്റെ സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ. ഇത് തന്നെ സാധനം. 36ന്റെ സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ എത്രയാ? 39 ആണ്. 1521 കിട്ടും. അതിന്റെ റൂട്ട് 39. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയാണ്? 39. അഥവാ എയിൽ നിന്നും ബിയിലോട്ടുള്ള അകലം, അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ആ രണ്ട് ടൗണുകൾ. എ ടൗൺ ബി ഈസ് ലൊക്കേറ്റഡ് ടൗൺ എ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. അപ്പോൾ ആ രണ്ട് പോയിന്റുകൾ അല്ലെങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള അകലം നമുക്ക് എത്ര കിട്ടി? 39 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ ജനറൽ ഫോമുല എന്താണ്? റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ ആണ്. അതിൽ ഒരു കോർഡിനേറ്റ് 00 ആയാൽ അഥവാ ഒറിജിൻ ആയാൽ നമുക്ക് അതിന് എന്ത് പറയാം? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയാം.